ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹരിച്ചേട്ടാ, സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് പാലൊളി മുഹമ്മദ് കുട്ടി. അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിലെ മലബാറിലെ നിരവധി നേതാക്കൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു, അതിന് അനുകൂലമായിരുന്നു, വിഭജിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഇപ്പോഴും ആ മനോഭാവം മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അവരത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് ചേട്ടാ പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ദേശിക്കുന്നത്? പാലൊളി മുഹമ്മദ് കുട്ടി CPM-ന്റെ ആദ്യത്തെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അദ്ദേഹം CPM-ലെ തലമുതിർന്ന ഒരു നേതാവാണ്. മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും CPM-ലുള്ള അപൂർവം ചില നേതാക്കന്മാരാളുമാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ പറ്റി ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞതിന്റെ ആദ്യ ഭാഗം, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷവും മലബാർ ലീഗ് അതേ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളത് പകല് പോലെ വ്യക്തമായ ഒരു സത്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ 3 കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ ഒരു 3 ആസ്പെക്ട്സ്, 3 ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ലീഗിന്റെ വർഗീയ സ്വഭാവം. മുസ്ലിം ലീഗിന് വർഗീയ സ്വഭാവം ഉണ്ടായത് ഇന്നോ ഇന്നലെയോ അല്ല. മുസ്ലിം ലീഗിന്റെ തുടക്കം തൊട്ട് 1967 EMS മന്ത്രിസഭ ആദ്യമായി ഇടതു മുന്നണിയിൽ മുസ്ലിം ലീഗിനെ സ്വീകരിക്കുമ്പോഴും EMS പറഞ്ഞിരുന്നില്ല ലീഗിന് വർഗീയതയില്ലെന്ന്. അന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ കുറിച്ച് CPM സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ അത് വെറും ഒരു അടവ് നയം എന്ന് CPM തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ആത്മവഞ്ചനയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇപ്പോഴീ വിവാദം എന്തുകൊണ്ട് CPM കുത്തിപ്പൊക്കുന്നു വളരെ വ്യക്തമാണ്. നമ്മൾ 2 ദിവസം മുമ്പ് രമേശ് ചെന്നിത്തല പാണക്കാട് പോവുകയും സുന്നികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കുക, അതിൽ ചിലപ്പോൾ ഒന്ന് വെരട്ടിയായിരിക്കും. CPM പലപ്പോഴും അങ്ങനെയാണ്. ഒരാളെ സ്വാധീനിക്കുന്നത് പിന്നെ സാമം ദാനം ഭേദം ദണ്ഡം എന്നാണ് നമ്മുടെ ഒരു പഴയ രീതിയെങ്കിലും CPM ദണ്ഡത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്, പിന്നെ അവസാനമായിരിക്കും സാമം കൊടുക്കുന്നത്, ദാനമൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ആ 3 ഘടകങ്ങളിലേക്കും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലയോ? എന്തിനു സംശയിക്കുന്നു? ലീഗ് വർഗീയ പാർട്ടി തന്നെ, അതിൽ ഒരു സംശയത്തിനും ഇടയില്ല. പക്ഷെ എത്രത്തോളം വർഗീയത അതിലുണ്ട് എന്നുള്ളത് അത് കേൾവിക്കാർക്കും അതുപോലെ രാഷ്ട്രീയ ചിന്തകർക്കും വിടുന്നു. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ വിശകലനം ചെയ്യുന്നത്. ലീഗിന്റെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ 1947 അഖിലേന്ത്യാ ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ലീഗിന്റെ പേര്. ആ ലീഗ് പിരിച്ചുവിടപ്പെട്ടു പാകിസ്ഥാൻ ഉണ്ടായതോടുകൂടി. പിന്നീട് പുതിയ ലീഗ് ഉണ്ടാകുന്ന 1948-ലാണ്. 47 കഴിഞ്ഞ് 48 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ചാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ മലബാറിലെ നേതാക്കന്മാരായിരുന്നു ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പൊ മലബാർ ലീഗിന്റെ പ്രസിഡന്റായി അന്ന് ഇരുന്നത് സത്താർ സേട്ട് എന്നൊരാളാണ്. ആ 1948 ആ സത്താർ സേട്ട് പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടിയേറി. അപ്പൊ മലബാർ ലീഗിന്റെ അധ്യക്ഷൻ തന്നെ പാകിസ്ഥാനിലേക്ക് കുടിയേറി. അപ്പൊ ലീഗിന് പാകിസ്ഥാൻ അനുഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ പറഞ്ഞത് 100% ശരിയാണ്. സത്താർ സേട്ട് പിന്നീട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം പ്രമുഖനായ ഒരാളായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന്റെ ഈജിപ്തിലെ അംബാസഡറായി പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം അദ്ദേഹം ചില സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുകയും ചെയ്തു. അപ്പൊ പിന്നീട് അതിനുശേഷം ലീഗുമായിട്ട് കൂട്ടുകെട്ടാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറല്ലെന്ന്. കോൺഗ്രസും അല്ലായിരുന്നു, CPM അല്ലായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ലീഗിന്റെ വർഗീയ നിലപാടുകളെ കുറിച്ച് പറയുന്നത് ഞാനോ നിങ്ങളോ അല്ല. KPCC പ്രസിഡന്റ് ആയിരുന്ന അബ്ദുറഹിമാൻ സാഹിബ്, തികഞ്ഞ ദേശീയവാദിയും രാഷ്ട്രസ്നേഹിയുമായിരുന്ന ദേശീയ മുസൽമാനായ സാക്ഷാൽ അബ്ദുൾ റഹ്മാൻ സാഹിബാണ് ലീഗിന്റെ വർഗീയതയെ ആദ്യമായിട്ട് തീർക്കുന്നത്. നമുക്കറിയാമായിരുന്നു പിന്നെ എത്രയോ വർഷം ജീവിച്ചിരുന്ന, ശതാബ്ദി ആഘോഷിച്ച ഈ
മൊയ്തു മൗലവി ഉണ്ട്. അദ്ദേഹം പലയിടത്തും പോകുമ്പോൾ ലീഗുകാർ ഒളിഞ്ഞു നിന്ന് കല്ലെറിയുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം ലീഗിനുണ്ട്. 1950 ലീഗിനെ ആരും കൂടെ കൂട്ടിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ടും ലീഗ് അവിടുന്ന് 1952 ഇലക്ഷനിൽ ലീഗിന് ലോക്സഭാ MP ഉണ്ടായി മലപ്പുറത്ത് നിന്ന്. ലീഗ് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. മദ്രാസിലേക്ക് 5 MLA-മാരെ, അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ലീഗ് എന്നുള്ളത് ഓർക്കണം. അന്ന് 5 MLA-മാരെ ജയിപ്പിക്കാൻ ലീഗിന് പറ്റി. അപ്പൊ ലീഗ് സ്വന്തം ശക്തി തെളിയിച്ചത് കൊണ്ടാണ് ലീഗിനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടുകൂടാൻ നിർബന്ധിതമായത്. പിന്നീട് 57 ഇലക്ഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ PSPയുമായിട്ടുണ്ടായിരുന്നു. ലീഗ് വിമോചന സമരത്തിന് എതിരായിരുന്നു. ലീഗ് CPM-ന്റെ ഭാഗത്തായിരുന്നു ആദ്യം. പക്ഷെ വിമോചന സമരത്തിന്റെ അന്തിമ ഘട്ടത്തോട് അടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് EMS സർക്കാർ താഴെ വീഴുമെന്ന് മനസ്സിലാക്കിയ ലീഗ് ഒരു തീരുമാനമെടുത്തു. അവർ പെട്ടെന്ന് തന്നെ പിന്നെ വിമോചന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ചിലരൊക്കെ പറയും മന്നത്ത് പത്മനാഭനും ബിഷപ്പുമാരും പാണക്കാട്ട് തങ്ങന്മാരും അങ്ങനെ 3 പേരും കൂടെ ചേർന്നൊന്നും അല്ല വിമോചന സമരം നടത്തിയത്. വിമോചന സമരത്തിന്റെ അവസാനത്തെ 1 മാസം മാത്രമായിരുന്നു ലീഗ് വിമോചന സമരത്തിൽ പങ്കെടുത്തത്. സമരം വിജയിക്കാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് ലീഗ് ഒന്ന് ചുവട് മാറ്റി. എന്നിട്ടും ലീഗിനെ പിന്നെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ എടുക്കാൻ തയ്യാറായില്ല. സ്പീക്കർ സ്ഥാനം മാത്രമാണ് കിട്ടിയത്. പിന്നീട് ലീഗിന് യഥാർത്ഥത്തിൽ സ്ഥാനം കിട്ടുന്നത് മുന്നണിയിൽ സ്ഥാനം കിട്ടുന്നത് 67-ലാണ്. EMS നമ്പൂതിരിപ്പാടാണ് അത് കൊടുക്കുന്നത്. അത് അന്ന് അദ്ദേഹം പോലും പറഞ്ഞില്ല ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന്. പറഞ്ഞത് എന്താണ്? ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടകരമാണ്, അതുകൊണ്ട് ലീഗിന് പിന്നെ സ്ഥാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കയ്യിൽ കൊടുത്തു. മലപ്പുറം സ്വീകരിച്ചു. അവിടെ തുടങ്ങി പ്രശ്നങ്ങൾ. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാലൊളി പറഞ്ഞ കാര്യം ഒന്ന് ശരിയാണ്. പക്ഷെ പാലൊളി പറയാതെ പോയ കാര്യം CPM-ന്റെ അവസരവാദമാണ്. ആ അവസരവാദമാണ് ഈ പറയുന്ന വർഗീയത വളർത്തിയത്. ഈ വർഗീയത വളർത്തിയതിൽ ഈ അവസരവാദത്തിന്, അതായത് അടവ് നയമെന്ന ഓമന പേരിട്ട് ന്യായീകരിക്കുന്ന ഈ പ്രോത്സാഹനത്തിന്, വർഗീയ പ്രോത്സാഹനത്തിന്, ഇതിനാരെ കുറ്റപ്പെടുത്തും? ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്മരണികയിൽ ഇത്തരം ലേഖനങ്ങൾ എഴുതി ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് ഒരു പുകമറ സൃഷ്ടിച്ച് CPM സ്വന്തം കാര്യം നേടാൻ ആലോചിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ്. കാലാകാലങ്ങളിൽ CPM-ന് ഇഷ്ടമുള്ളപ്പോൾ CPM ലീഗിനെയും മുസ്ലിം മതമൗലികവാദികളെയും അതുപോലെ തന്നെ എന്തിന് തീവ്രവാദികളെ വരെ തലോടും. CPM-ന് അതുകൊണ്ട് നേട്ടമുണ്ട്. ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് കാർക്കി. ശരിക്കു പറഞ്ഞാല് കേരളത്തിലെ മുസ്ലിം പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് CPM-ന്റെ ഈ അടവ് നയത്തെ എത്രത്തോളം അവര് അംഗീകരിക്കണമെന്നും എതിർക്കണമെന്നും. ശരിക്കും ഞാൻ നോക്കിയ കേരളത്തിലെ BJP പോലും RSS BJP ഒന്നും ഈ രീതിയിൽ പിന്നെ മുസ്ലിം വർഗീയതയെ തലോടുകയോ എതിർക്കുകയോ രണ്ടും ചെയ്തിട്ടില്ല. അപ്പൊ CPM ചില ഘട്ടങ്ങളിൽ അതിനിശ്ചിതവും അതിഭീകരവുമായിട്ട് മുസ്ലിം പാർട്ടികളെ എതിർക്കാറുണ്ട്. അവരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. മനസ്സിലായോ? അത് ഈ അടുത്ത കാലത്ത് ഉദാഹരണങ്ങളുണ്ട്. അതായത് ഈ 2004 സാക്ഷാൽ VS അച്യുതാനന്ദൻ ഒരു പ്രസ്താവന നടത്തി. അതായത് ഓർമ്മയുണ്ടല്ലോ അത്? കുട്ടികളെ ജയിക്കുന്നത് തീർച്ചയായിട്ടും. അതായത് 2004 VS, എനിക്ക് തോന്നുന്നു 2004 2005 ആ പ്രസ്താവന. അന്ന് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി? അബ്ദുൾ റബ്ബ് ആയിരുന്നു. അല്ല, അന്ന് ET മുഹമ്മദ് ബഷീറാണ്. KK ആന്റണി മാറിയിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അതെ. ഇത് VS പറയുന്നത് 2004 ആ ഇലക്ഷന് മുമ്പാണ്. കാരണം അന്ന് നാലകത്ത് സൂപ്പിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഒരു പിടിപ്പുകെട്ട മന്ത്രിയാണ് അദ്ദേഹം, കാര്യപ്രാപ്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അന്നാണ് VS ഒരു പ്രത്യേക സന്ദർഭത്തിൽ മലപ്പുറത്ത് നിന്ന് ഈ വിജയശതമാനം വളരെ വർദ്ധിക്കുന്നു, ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കണം തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. അങ്ങ് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. അതിനുശേഷം 2011-12 വീണ്ടും VS പറഞ്ഞു. അതായത് 60-68 സ്കൂളുകൾക്ക് എയ്ഡഡ് സ്കൂൾ പദവി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എയ്ഡഡ് സ്കൂൾ പദവി നൽകിയപ്പോഴും ലീഗ് അതിൽ വർഗീയ ചേരുവകൾ പിന്നെ സഹാവ് VS അച്യുതാനന്ദൻ അന്ന് ഉന്നയിച്ചു. എന്തിന്? ഏറ്റവും ഒടുവില് ഓർമ്മയുണ്ടോ,
മാസങ്ങൾക്ക് മുമ്പ്. ഉവ്വ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ 2022 മുതൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. അതിനുശേഷം മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം, കുഴൽപ്പണം പിടിച്ചിരിക്കുന്നതും മലപ്പുറത്ത് നിന്നാണ്. പിന്നീട് അദ്ദേഹം ചില ഉരുണ്ടുകളികളൊക്കെ നടത്തി. ഞാൻ പറഞ്ഞു വന്നത്, ആ. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ലീഗ് നല്ല മതേതര പാർട്ടിയാണ്, തങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ലീഗ് വർഗീയ പാർട്ടിയാണ്. പക്ഷെ ലീഗ് വർഗീയ പാർട്ടി തന്നെയാണ്. CPM-ന് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലീഗ് വർഗീയ പാർട്ടി തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോഴിത് പൊക്കിയെടുക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല പോയി പാണക്കാട് തങ്ങളെ കാണുന്നു. അവിടെ ഒരു പുതിയ മുസ്ലിം വോട്ടുകൾ ഏകീകൃതമായി കോൺഗ്രസിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം കാണുന്നു. വോട്ടുകളിലേക്ക് പോകുന്നു. പിന്നെ ഒരേ ഒരു മാർഗമേ മുന്നിലുള്ളൂ. മുസ്ലിം വിരോധം പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഹിന്ദു വോട്ട് പിടിച്ചു നിർത്തുക. അതിപ്പോ പിണറായി വിജയനോ സഹാബ് MV ഗോവിന്ദനോ ഇത് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു വർഗീയത ആരോപിക്കാം. അതുകൊണ്ടാണ് പാവം പാലുളി മുഹമ്മദ് കുട്ടിയുടെ തലയിൽ ഈ ചുമട് കൊണ്ട് ഇറക്കി വെച്ചത്. അത് അദ്ദേഹം ഇതറിയാതെ ഏറ്റെടുക്കുകയും ചെയ്തു. എന്തായാലും രാഷ്ട്രീയമല്ലേ, ഇങ്ങനെ പല കളിയും കാണും. നമ്മളെപ്പോലുള്ള ജനങ്ങൾ ഇത് കണ്ടിട്ടും ഇതിന്റെ ചരിത്രം അറിഞ്ഞിട്ടും നമ്മളിത് അറിയാത്ത മട്ടിലിരിക്കുന്നു. പലർക്കും അറിഞ്ഞുകൂടാ ഇതൊന്നും, പലരും ഓർക്കുന്നില്ലായിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ കാരണം. അപ്പം ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങ് ഈ മലപ്പുറത്തിൻ്റെ ചരിത്രവും ആ ജില്ല രൂപീകരിക്കാനുണ്ടായ സാഹചര്യവും ഒക്കെ നമുക്ക് ഈ അവസരത്തിൽ സ്മരണീയമാണ്. മുസ്ലിം ലീഗിന് ഒരു അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലത്ത് കോൺഗ്രസ്. ആ അയിത്തം ഇല്ലാതാക്കി കൊടുത്തത് നമ്പൂതിരിപ്പാടാണ് എന്നുള്ള സത്യവും നമ്മുടെ ചരിത്രത്തിലുണ്ട്. എന്തായാലും ഈ മുസ്ലിം രാഷ്ട്രീയം കേരളത്തിലെ പി ജയരാജൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം, അത് കേരളത്തിന് എങ്ങനെയാണ് മുസ്ലിം ലീഗിലൂടെ അത് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ ഇലക്ഷന് അധികം സമയമൊന്നുമില്ല. CPM എന്തൊക്കെ അടവ് നയം സ്വീകരിക്കും, ലീഗിനെ തഴുകുമോ, തലോടുമോ, അതോ തല്ലുമോ, കാത്തിരുന്ന് കാണാം. നന്ദി. നന്ദി.